കൊണ്ട് ഉഷ്ണവും ദാഹവും സഹിക്ക വയ്യാതെ ഗജേന്ദ്രൻ കാട്ടിലെ മറ്റാനകളും ചേർന്ന് വരുണന്റെ ഉദ്യാനത്തിലെ സരസിൽ വന്നിറങ്ങി വെള്ളം മുക്കി ദേഹത്തിൽ ഒഴിക്കാനും കുടിക്കാനും തുടങ്ങി. അപ്പം ഗജേന്ദ്രൻ തുമ്പിക്കൈയിൽ വെള്ളം മുക്കി ആനക്കുട്ടികളെ കുടിപ്പിച്ചും നിൽക്കുകയായിരുന്നു. ആ സമയത്ത് വളരെ വലിയൊരു മുതല ഗജേന്ദ്രന്റെ പിൻകാലിൽ മേൽക്കടിച്ചു. അതിശക്തമായ ആന മുതലയിൽ നിന്ന് രക്ഷപ്പെടാനായി കുറേ ശ്രമിച്ചു നോക്കി. ഭയങ്കര സ്ട്രോങ് ആണ് ഗജേന്ദ്രൻ, സാധിക്കുന്നില്ല. ശക്തനായ മുതല വെള്ളത്തിലേക്ക് താഴ്ത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആനത്തലവനെ എന്തു ചെയ്തു? പിടിയാനകളും കുട്ടിയാനകളും എല്ലാം കൂടി പിടിച്ച് രക്ഷിക്കാൻ നോക്കി, വളരെയേറെ ശ്രമിച്ചു നോക്കി. അവർക്കതിനെ വലിച്ച് കരയിലേക്ക് കയറ്റാൻ പറ്റിയില്ല. അതിനാൽ നിരാശരായ കൂട്ടാനകളും പിടിയാനകളും ആനക്കുട്ടികളും കരയിൽ കയറുന്നെന്ന് നമ്മുടെ ആനത്തലവന് ഇങ്ങനെ ഒരു ഗതി വന്നല്ലോ എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. പിന്നീട് ഗജേന്ദ്രൻ നോക്കിയപ്പോൾ ആരുമില്ല രക്ഷിക്കാൻ. സ്വന്തം ശക്തി കൊണ്ട് രക്ഷപ്പെടാൻ നോക്കി. ആന മേലോട്ടും മുതല താഴോട്ടും വലിക്കാൻ തുടങ്ങി. വലിച്ച് 1000 സംവത്സരങ്ങൾ കഴിഞ്ഞു.